പ്രിയമുള്ളവരെ, വചനജ്വാല 1762 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂൺ 28 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 28 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 39 അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഗോഗിന്റെ പതനം. മനുഷ്യപുത്ര, ഗോഗിനെതിരെ പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മേശക്കിന്റെയും തൂബാലിന്റെയും അധിപതിയായ ഗോഗെ, ഞാൻ നിനക്കെതിരാണ്. ഞാൻ നിന്നെ തിരിച്ച് വടക്കേ അറ്റത്ത് നിന്ന് ഇസ്രായേൽ മലകൾക്കെതിരെ കൊണ്ടുവരും. നിന്റെ ഇടത്ത് കൈയിൽ നിന്ന് വില്ലു തെറിപ്പിച്ചു കളയും, വലതു കൈയിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും. നീയും നിന്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ജനതയും ഇസ്രായേൽ മലകളിൽ വീഴും. എല്ലാവിധ ഹിംസ്ര പക്ഷികൾക്കും വന്യമൃഗങ്ങൾക്കും ഇരയായി നിന്നെ ഞാൻ കൊടുക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ തുറസായ സ്ഥലത്ത് വീഴും. ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മഗോഗിലും തീരപ്രദേശങ്ങളിലും സുരക്ഷിതരായി വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ അഗ്നി വർഷിക്കും. ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും. എന്റെ ജനമായ ഇസ്രായേലിന്റെ മധ്യേ എന്റെ പരിശുദ്ധ നാമം ഞാൻ വെളിപ്പെടുത്തും. എന്റെ പരിശുദ്ധ നാമം ഇനി ഒരിക്കലും അശുദ്ധമാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാനാണ് ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവ് എന്ന് ജനതകൾ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ അത് വരുന്നു, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ നഗരങ്ങളിൽ വസിക്കുന്നവർ പുറത്തുനിന്ന് പരിച, കവചം, വില്ല്, അമ്പ്, ഗദ, കുംഭം എന്നീ ആയുധങ്ങൾ കൊണ്ട് 7 വർഷത്തേക്ക് തീ കത്തിക്കും. അവർക്ക് ഇനി വയലിൽ നിന്ന് വിറക് ശേഖരിക്കുകയോ വനങ്ങളിൽ നിന്ന് അവ വെട്ടിയെടുക്കുകയോ ചെയ്യേണ്ടതില്ല. എന്തെന്നാൽ അവർ ആയുധങ്ങൾ കൊണ്ട് തീ കത്തിക്കും. തങ്ങളെ കൊള്ള ചെയ്തവരെ അവർ കൊള്ളയടിക്കും, കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ആ നാളിൽ ഗോഗിന് ഇസ്രായേലിൽ ഒരു ശ്മശാനം ഞാൻ കൊടുക്കും. കടലിന് കിഴക്കുള്ള യാത്രക്കാരുടെ താഴ്വര തന്നെ. അത് യാത്രക്കാർക്ക് മാർഗ തടസ്സമുണ്ടാക്കും. എന്തെന്നാൽ ഗോഗും അവന്റെ എല്ലാ ജനസമൂഹങ്ങളും അവിടെ സംസ്കരിക്കപ്പെടും. ഹാമോൺ ഗോഗ് താഴ്വര എന്ന് അത് അറിയപ്പെടും. അവരെ സംസ്കരിച്ച ദേശം ശുദ്ധീകരിക്കാൻ ഇസ്രായേൽ ഭവനത്തിന് 7 മാസം വേണ്ടിവരും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്തെ എല്ലാ ജനവും കൂടി അവരെ സംസ്കരിക്കും. ഞാൻ എന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദിവസം അവർക്ക് അത് ബഹുമാനത്തിന് കാരണമാകും. ദേശമെല്ലാം നിരന്തരം ചുറ്റി നടന്ന് അവശേഷിക്കുന്നവരുടെ സംസ്കരിക്കാനും അങ്ങനെ സ്ഥലമെല്ലാം ശുദ്ധീകരിക്കാനും അവർ ആളുകളെ നിയമിക്കും. 7 മാസം അവസാനം അവർ അന്വേഷണം നടത്തും. അവർ ദേശത്തിലൂടെ കടന്നു പോകുന്നതിനിടയിൽ ആരുടെയെങ്കിലും അസ്ഥി കണ്ടാൽ അത് ഹാമോൺ ഗോഗിന്റെ താഴ്വരയിൽ സംസ്കരിക്കുന്നത് വരെ അതിന്റെ സമീപം ഒരു അടയാളം സ്ഥാപിക്കും. അവിടെയുള്ള പട്ടണം
ഹമോന എന്ന പേരിൽ അറിയപ്പെടും. ഇപ്രകാരം അവർ ദേശം ശുദ്ധമാക്കും. മനുഷ്യപുത്ര, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാത്തരം പക്ഷികളോടും വയലിലെ മൃഗങ്ങളോടും പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരുക. ഇസ്രായേൽ മലകളിൽ ഇത് ഏറ്റവും വലിയ യാഗവിരുന്നാണിത്. നിങ്ങൾ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യും. ഭൂമിയിലെ ശക്തന്മാരുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കും, പ്രഭുക്കന്മാരുടെ രക്തം നിങ്ങൾ കുടിക്കും. ബാഷാനിലെ തടിച്ചു കൊഴുത്ത കാളകൾ, മുട്ടാടുകൾ, ആടുകൾ, കോലാടുകൾ എന്നിവയുടെ രക്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യാഗവിരുന്നിൽ നിങ്ങൾ തൃപ്തിയാവോളം മേധസ് ഭക്ഷിക്കുകയും മത്ത് പിടിക്കുകയോളം രക്തം കുടിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, പടയാളികളും ശക്തന്മാരും കുതിരകളും കുതിരപ്പടയാളികളുമടക്കം എല്ലാവരെയും എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് നിങ്ങൾ തൃപ്തരാകും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും രക്തസാക്ഷിയും സഭാപിതാവുമായ വിശുദ്ധ ഇരണേവൂസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. പാണ്ഡിത്യത്തിലും വിശുദ്ധിയിലും വളർന്നു വന്ന ഇരണേവൂസ് പുരോഹിതനായ ശേഷം ലിയോൺസിലേക്ക് പോയി. അവിടെ ചെന്ന ശേഷം രണ്ടാമത്തെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പാഷണ്ഡകൾക്കെതിരെ ലളിതമായ ഭാഷയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതുകയും ഒരുപാട് പേരെ ക്രിസ്തു മതത്തിലേക്ക് ആനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർ സംശയ ദൂരീകരണം നടത്തിയിരുന്നത് ഇത്തരം പുസ്തകങ്ങളിലൂടെ ആയിരുന്നു. സെവേരൂസ് ചക്രവർത്തിയുടെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള വിളംബരം മൂലം അനേകം കത്തോലിക്കരോടൊപ്പം ഇരണേവൂസ് മെത്രാനും രക്തസാക്ഷിയായി. പ്രിയമുള്ളവരെ, ഇന്ന് മെത്രാനും രക്തസാക്ഷിയും സഭാപിതാവുമായ വിശുദ്ധ ഇരണേവൂസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.